ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓൾറെഡി പ്രാക്ടിക്കലും ഈ ഒരു പാർട്ടിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ എ റെക്ടാങ്കുലർ മെറ്റൽ സ്ലാബ് ക്യാരിങ് ഡെൻസിറ്റി Jx in the this density is current density Jx in the positive x direction. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സ് ഡയറക്ഷനിലാണ്. And placed in a uniform magnetic field of induction Bx. Magnetic field it is along the x direction. It is Bz ആണ് കേട്ടോ. അത് മാറ്റിയിട്ട് Bxന് പകരം Bz ആക്കും. Magnetic field of induction Bx, that is not Bx, Bz, and acting perpendicular to the conductor, both the conductor and current. ഇപ്പോൾ കറണ്ട് ഡയറക്ഷനും കണ്ടക്ടറിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇൻ ദിസ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇൻ 1879 G. Hall found that a voltage which is called Hall voltage is developed at right angles to both the current and magnetic field. ഹോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഒരു കറണ്ട് എക്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഈ കണ്ടക്ടറിൻ്റെ പെർപെൻഡിക്കുലർ, അതായത് മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ട് ഫ്ലോക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു വോൾട്ടേജിനാണ് നമ്മൾ ഹാൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഹൗ ദീസ് ഹാൾ വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ ഒരു ഫസ്റ്റ് കേസ് നമ്മൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, അതായത് കറണ്ട് മാത്രം ഫ്ലോ ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് വിത്ത് എ വെലോസിറ്റി Vx ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ കറണ്ട് ഫ്ലോ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും. ഇനി ആ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ലോറൻസ് ഫോഴ്സ് കോസസ് ദ ഇലക്ട്രോൺ പാത്ത് ടു ഡിഫ്ലക്റ്റ് ടുവേർഡ്സ് ദ ഫ്രണ്ട് ഫേസ് ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലോറൻസ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോണിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ട്, ഇലക്ട്രോൺ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ഫ്രണ്ട് സർഫസ് ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിരിക്കും. ടുവേർഡ്സ് ദ ഫ്രണ്ട് സർഫസ് ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ടുവേർഡ്സ് ദ പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആയിരിക്കും. ഡയറക്ഷനൊക്കെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ബിക്കോസ് ഓഫ് ദീസ്, അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് an excess of electrons accumulate on the front face of the slab. ഡയറക്റ്റ് മൂവ്മെൻറ്റിന് പകരം ഈ ഇലക്ട്രോൺസ് ഫ്രണ്ട് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് വരും. സൈമൾട്ടേനിയസ്ലി ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് വിൽ അപ്പിയർ ഓൺ ദി ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദി സ്ലാബ്. അപ്പോൾ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ്, ബാക്ക് ഫേസിൽ, ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ബാക്ക് ഫേസിൽ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അക്യുമുലേഷൻ നടക്കും. ഇത് വിച്ച് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചാർജസ് സെപ്പറേറ്റ് ചെയ്യാണ്, വിച്ച് പ്രൊഡ്യൂസേഴ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ദിസ് ഫീൽഡ് ഈസ് കോൾഡ് ഹാൾ ഫീൽഡ് ആൻഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ പോസിറ്റീവ് വൈ ആക്സിസ്. ഹാൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. ഇനി നമുക്കിതിൽ ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇലക്ട്രോൺസ് കാണാം, വിച്ച് ഈസ് മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്യുന്നത് ഫ്രം അലോങ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു, അതായത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FL ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ്. ഇവിടെ Q എന്ന് പറഞ്ഞാൽ -E ആണ്, ഇൻറ്റു Vx. ഇലക്ട്രോൺ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവിങ് Vxും ക്രോസ് BZ എന്നുള്ള ഡയറക്ഷൻ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓൾറെഡി മൈനസ് എടുത്തുകൊണ്ട് Vx എന്നുള്ള ഡയറക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ചാർജ് E ഇൻറ്റു -Vx ഫ്ലോൻ്റെ ഡയറക്ഷൻ ക്രോസ് BZ ആണ്. സോ -x ക്രോസ് Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡയറക്ഷൻ യു ക്യാൻ സീ ഇറ്റ് is in the plus y direction. So this accumulation, the accumulated charges or these electrons will be deflected towards the front surface, towards the positive y axis. The accumulated charges produces a force that is called Hall force, which is opposite to the Lorentz force.
ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹാൾ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുക. വൺ ഈസ് ദ ലോറൻസ് ഫോഴ്സ് ആൻഡ് ദ അതർ വൺ ഈസ് ദ ഹാൾ ഫോഴ്സ്. ആൻഡ് ദ അക്യുമുലേഷൻ പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ഹാൾ ഫോഴ്സ് കംപ്ലീറ്റ്ലി ക്യാൻസൽസ് ദ ലോറൻസ് ഫോഴ്സ്. സോ ഇലക്ട്രോൺ ഫ്ലോ ഈ ഒരു ഡ്രിഫ്റ്റിങ് നടക്കൽ രണ്ട് ഫോഴ്സും ഈക്വൽ ആവുന്നവരെ ഉള്ള കണ്ടീഷനിൽ ഈ ഒരു അക്യുമുലേഷൻ നടക്കും. സോ അണ്ടർ ദാറ്റ് കണ്ടീഷൻ, അണ്ടർ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ, FH will be equal to FL. That is, Hall force is equal to Lorentz force. Hall force is E into EH. That is, E is the electron charge and EH is the Hall field, which is equal to the Lorentz force, that is equal to minus E into Vx into Bz. Therefore, EH we can see it as EH is equal to minus Vx into Bz. So current density എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is Ne into Vx ആണ്. Therefore from this equation Vx is equal to നമുക്ക് Jx divided by Ne എന്ന് എഴുതാൻ പറ്റും. Jx divided by Ne ആകുമ്പോൾ EH will be equal to ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ it will be equal to minus then Vxന് പകരം നമുക്ക് Jx divided by Ne or minus 1 by Ne into Jx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു Bz എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദിസ് ഹാൾ ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു Bz ആൻഡ് Jx. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാൾ ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ചാർജ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ കോൺസ്റ്റൻറ്റ് -1 by Ne എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a constant and that constant is called the Hall constant, RH. Hall constant is marked as RH. That is, RH is equal to -1 by Ne, where N is the density of the charge carrier. ഇപ്പോൾ ഇവിടെ RH വാല്യൂ കിട്ടിയിരിക്കുന്നത് നമുക്ക് -1 by Ne ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ദി ഹാൾ കോൺസ്റ്റൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നേച്ചർ ഓഫ് ദി ചാർജ് കാരിയർ ദാറ്റ് പ്രിഡോമിനേറ്റ് ഇൻ ദ കണ്ടക്ഷൻ പ്രോസസ്സ്. കണ്ടക്ഷൻ പ്രോസസ്സിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ചാർജ് കാരിയറിൻ്റെ നേച്ചർ അറിയാൻ നമുക്ക് ഈ ഹാൾ കോഎഫിഷ്യൻ്റെ സൈൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ RH ഈസ് നെഗറ്റീവ്, ദ പ്രിഡോമിനൻറ്റ് ചാർജ് ഈസ് ഇലക്ട്രോൺ ആൻഡ് വൈസ് വേഴ്സ. അപ്പം ഫോർ സർട്ടൺ മെറ്റൽസ് ലൈക്ക് അലുമിനിയം ആൻഡ് ഇൻഡിയം ഹാവ് പോസിറ്റീവ് ഹാൾ കോഎഫിഷ്യൻസ്. പക്ഷേ നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാലും ചില വാല്യൂസിന് RH പോസിറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മെറ്റൽസിൻ്റെ കേസിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇലക്ട്രോൺസ് തന്നെയാണ്. പക്ഷേ അതിൽ ആ കേസിൽ നമ്മൾ ഈ ഹാൾ കോഎഫിഷ്യൻ്റ് കാണുമ്പോൾ ദ വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി പോസിറ്റീവ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി വെച്ചിട്ട് നമുക്ക് ഈ ഹാൾ കോഎഫിഷ്യൻ്റെ വാല്യൂസ് പോസിറ്റീവ് ആകുന്ന കേസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ദ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബാൻഡ് തിയറിയാണ്. സോ യൂസിങ് ബാൻഡ് തിയറി ഓൺലി വി കൻ explain the value of positive Hall coefficients for certain metals. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഹാൾ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാൾ തിയറിയുടെ കേസിൽ ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് നമ്മൾ പ്രാക്ടിക്കൽ എല്ലാം ചെയ്യാനുള്ളത്.